മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. മേയ്ക്കാട് വാർക്കപ്പണിക്കും മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മേസ്തിരിമാരെ സഹായിക്കുന്ന ജോലിക്കാരെയാണ് മേയ്ക്കാട് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. മൈക്കാട് എന്ന് നേരിയ പ്രയോഗഭേദവും ചിലയിടങ്ങളിലുണ്ട്. മേയ്ക്കാടിന് മേസ്തിരിയുടെ അത്രയും കൂലി കാണില്ല. കെട്ടിട നിർമ്മാണമാണെങ്കിൽ ചാന്ത് കൊടുക്കുക, കല്ലും കട്ടയും ചുമക്കുക തുടങ്ങിയ ജോലികളാണ് അവർ ചെയ്യാറുള്ളത്. അതേസമയം അവർ നല്ല നിരീക്ഷകരുമാണ്. ജോലിയുടെ ഇടവേളകളിൽ കെട്ടും തേപ്പുമൊക്കെ കണ്ടു മനസ്സിലാക്കി അല്പാൽപം പഠിക്കുകയും കുറേ വർഷം കഴിഞ്ഞ് അവർ മേസ്തിരിമാരായി ഉയർത്തപ്പെടുകയും ചെയ്യും. മേയ്ക്കാട് എന്ന പദത്തിൻ്റെ നിരുക്തിയെപ്പറ്റി വ്യക്തമായ ധാരണകൾ രൂപപ്പെട്ടിട്ടില്ല. ജോൺ ലോഡൻ മാക് ആഡം സായിപ്പിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന റോഡുകൾ മാക്ആഡം റോഡുകൾ എന്ന് അറിയപ്പെട്ടിരുന്നു. മാക്ആഡം റോഡിൻ്റെ കൂലിപ്പണിക്കാരെ മേയ്ക്കാട്ടുപണിക്കാർ എന്ന് വിളിച്ചിരുന്നുവത്രേ. ഇതാണ് ഒരു നിരീക്ഷണം. ജന്മിവ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് മെയ് കാട്ടുക എന്നാൽ അടിയൻ ഹാജരുണ്ട് എന്നായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. തൊഴിലാളിയുടെ പണിയെടുക്കാനുള്ള സന്നദ്ധതയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരമൊരു നിരുക്തി സാധ്യതയുള്ളത്. കാടിന് കഠിന ജോലി എന്നൊരു അർത്ഥസൂചന പണ്ടുണ്ടായിരുന്നു. കാടിനെ കഠിനാധ്വാനത്തിലൂടെ നാടാക്കി മാറ്റുന്ന കാട്ടുപണിയാണ് ആധുനിക പൂർവ്വ മനുഷ്യർ ഏറെയും നിർവഹിച്ചിട്ടുള്ളത്. കാട് കാട്ടുക എന്ന പ്രയോഗത്തിൽ കാട് നാമവാചിയല്ല, ക്രിയാസൂചകമാണ്. മേലനങ്ങി പണിയെടുക്കുന്നവർ മെയ്ക്കാട്ടുകാർ ആയതുമാവാം. മെയ്ക്കടം എന്ന പ്രയോഗത്തിൽ നിന്ന് മെയ്ക്കാട് എന്നതിനെ നിഷ്പാദിപ്പിക്കുന്നതാണ് കൂടുതൽ ഉചിതം. മെയ് എന്നാൽ ശരീരം. പണ്ടുകാലത്ത് മെയ്ക്കടം എന്ന സമ്പ്രദായമുണ്ടായിരുന്നു. അതായത് കടം വീട്ടുന്നതിന് പണമോ വസ്തുക്കളോ നൽകുന്നതിനു പകരം പണിയെടുത്ത് ബാധ്യത തീർത്താൽ മതിയാവും. അങ്ങനെ മെയ്ക്കടക്കാരൻ ചുരുങ്ങി മെയ്ക്കാട് ആയതാവാം. മെയ്ക്കടം എന്നതിന് ഗുണ്ടർട്ടു നിഘണ്ടുവിൽ എ ലോൺ വിത്തൗട്ട് പോൺ ഓർ മോർഗേജ് എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ മെയ്ക്കടക്കാർ അടിമപ്പണിക്ക് സമാനമായ ജോലികൾ നിർവഹിച്ചവരാകാം. അടിമകളുടെ എണ്ണം ഗണ്യമായി കുറയാതിരിക്കാൻ അന്നത്തെ ഭരണകൂടം കണ്ടെത്തിയ പല തന്ത്രങ്ങളിലൊന്ന് കടം വീട്ടാൻ ത്രാണിയില്ലാത്തവരെ അടിമപ്പണി ചെയ്യിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് മെയ്ക്കടക്കാരൻ, മെയ്ക്കാടുകാരൻ, മെയ്ക്കാട് എന്ന ക്രമത്തിലുള്ള അർത്ഥപരിണാമം ഭാഷാശാസ്ത്രപരമായും ചരിത്രപരമായും കൂടുതൽ സാങ്കത്യമുള്ളതാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.